ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട എടുത്തു. ഈ സംഭവം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ജനം യേശുവിനെ പിൻപറ്റുകയും ഒരു പകൽ മുഴുവൻ യേശുവിന്റെ കൂടെ ആ ജനം ചിലവഴിക്കുകയും സന്ധ്യയാകുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഈ ജനത്തെ ഭക്ഷണം കൊള്ളുവാൻ അടുത്ത പട്ടണത്തിലേക്ക് പറഞ്ഞുവിടണം എന്നാവശ്യപ്പെടുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും യേശു ചെയ്യുന്ന പ്രവൃത്തിയുമാണ് ഇന്ന് രാവിലത്തെ ചിന്താവിഷയമായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത. ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം നിൽക്കുകയാണ്. അവരുടെ പ്രശ്നം 5000 പുരുഷന്മാര്, നിർജ്ജന പ്രദേശം, മരുഭൂമി, ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അവരുടെ നിസ്സഹായത, 200 പണത്തിനു പോലും ഇവർക്ക് ആഹാരം തികയുകയില്ല എന്നുള്ള അവരുടെ കാഴ്ചപ്പാട്, ഇതെല്ലാം നമുക്കിതിനകത്ത് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവർ ഈ പ്രശ്നത്തെ നേരിട്ടത് ഈ ലോകത്തിലെ അവരുടെ ചിന്ത കൊണ്ടും അവരുടെ ആശയം കൊണ്ടും ഈ ലോകത്തിലേക്ക് നോക്കിയ ദൈവമക്കളെ, ഇത് ഈ ശിഷ്യന്മാർ അന്ന് രാവിലെ ശിഷ്യന്മാരായവരല്ല. കുറെ നാളുകൾ കൊണ്ട് യേശുവിന്റെ കൂടെ നടക്കുന്നവരായവർ. ഇവർ യേശു ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. യേശു ദൈവപുത്രനാണെന്നവർക്ക് മനസ്സിലാക്കിയിട്ടാണ് അവർ വലയും വള്ളവും ഒക്കെ വിട്ട് യേശുവിനെ പിൻപറ്റിയത്. പെരുത്ത മീൻകൂട്ടം കണ്ട പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഈ ശിഷ്യഗണത്തിലെ ഭാഗമാണ് എന്നതും നാം ഓർക്കണം. എന്നാൽ ഈ പ്രതിസന്ധിയിൽ, ഈ പ്രശ്നത്തിൽ അവർ പറയുന്നത് 200 പണത്തിന് ആഹാരം തികയുകയില്ല. അവരെ പട്ടണത്തിലേക്ക് പറഞ്ഞയക്ക്. ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ നിസ്സഹായരും, നിരാശരും, ദുഃഖിതരും ഒക്കെയായി മാറുകയാണ്. എന്നാൽ നിങ്ങൾ തിരിച്ച് യേശുവിലേക്ക് നോക്കുക. യേശുവിന്റെ കയ്യിലേക്ക് ആ 5 അപ്പവും 2 മീനും കിട്ടിയപ്പോൾ യേശു പുരുഷാരത്തെ നോക്കിയില്ല. എത്ര പുരുഷന്മാർ ഉണ്ട് എന്നത് യേശു എണ്ണിയില്ല. യേശു അടുത്ത പട്ടണത്തിൽ പോയാൽ, അല്ലെ ആ പട്ടണം വരെ പോകാൻ എത്ര ദൂരമുണ്ട് എന്ന് നോക്കിയില്ല. ആ പട്ടണത്തിൽ ചെന്നാൽ ആഹാരം കിട്ടുന്ന കട ഏത് ഉണ്ട് എന്ന് നോക്കിയില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പണം കൊണ്ട് ഈ ആഹാരം വാങ്ങാൻ കഴിയും, അത്രയും പണം നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നത് നോക്കിയില്ല. പകരം കയ്യിലുള്ള അപ്പത്തിന്റെ എണ്ണമോ മീനിന്റെ എണ്ണമോ അതിലേക്ക് യേശു നോക്കിയില്ല. യേശു നോക്കിയത് സ്വർഗത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് യേശു നോക്കിക്കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 5000 പേർക്ക് തൃപ്തിയോടെ കഴിച്ച് 12 ശിഷ്യന്മാർക്ക് 12 കൊട്ട നിറയ്ക്കത്തക്ക രീതിയിൽ ആ അപ്പം വർദ്ധിച്ചു എന്നത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചിന്തയിടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്നിങ്ങനെ പറയട്ടെ, പ്രശ്നങ്ങളെ നോക്കുന്നവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അവർ നിരാശരായിട്ടേ ഉള്ളൂ. അവർ ദുഃഖിതരായിട്ടേ ഉള്ളൂ. അവരുടെ കാലുകൾ കുഴഞ്ഞിട്ടേ ഉള്ളൂ. അവർ തളർന്നു വീണിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ നീ ധൈര്യം പ്രാപിക്കും, ബലം പ്രാപിക്കും, നന്മ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരാൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് തൃപ്തിയായി 5000 പേർ കഴിച്ച്, ഹല്ലേലൂയ, അവിടെ ഒരു ശേഷിപ്പും ഉണ്ടാകും എന്നത് സ്വർഗത്തിലേക്ക് നോക്കുന്നവർക്ക് മാത്രമുള്ള അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തെഫാനോസ് എന്നൊരു മനുഷ്യനെ നമുക്കറിയാം. തന്നെ, ഹല്ലേലൂയ, യേശു കർത്താവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം കല്ല് എറിയുമ്പോൾ ഈ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. അവൻ പുഞ്ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുഖത്ത് വലിയ തേജസ് നിറഞ്ഞു. കല്ലെറിയുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ സ്തെഫാനോസിന്റെ മുഖം ദുഃഖിച്ചേനെ. സ്തെഫാനോസ് കരഞ്ഞുപോയേനെ. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കിയ സ്തെഫാനോസിന്റെ മുഖം ദിവ്യ തേജസ് കൊണ്ട് നിറയപ്പെടുകയും സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ ദൂതന്മാർ നിൽക്കുന്നതും കർത്താവ് എഴുന്നേറ്റ് നിന്ന് തന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്നതും ഒക്കെ സ്തെഫാനോസ് കണ്ട് പ്രവചനാത്മാവിൽ സ്തെഫാനോസ് വിളിച്ചു പറയുന്ന വാക്കുകൾ അവിടെ കാണുവാനായിട്ടിടയായി. യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, ദൈവം യോനയോട് നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞ് അവിടെ ദൈവത്തിന്റെ ആലോചന പറയണമെന്ന് പറയുമ്പോൾ യോന നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോവുകയും ആ തർശീശിലേക്കുള്ള കപ്പലിൽ കയറി കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും താൻ ദൈവവചനത്തെ, ദൈവ ആലോചനയെ തിരസ്കരിച്ചു പോയത് നിമിത്തം കപ്പൽ ഉണ്ടായ പ്രശ്നമെന്ന് താൻ ആ കപ്പലിലുള്ളവരോട് പറയുകയും തന്നെ കപ്പലിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഈ കപ്പൽ സ്വസ്ഥമാകുമെന്ന് താൻ ഏറ്റുപറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കപ്പലിലുള്ളവർ യോനയെ കടലിലേക്ക് എറിയുകയും ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം യോനയെ വിഴുങ്ങുകയും, എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആ വിഴുങ്ങിയ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് യോന നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യോനയ്ക്ക് മനസ്സിലായി താൻ ചെയ്തത് തെറ്റായിരുന്നു എന്നത് ബോധ്യപ്പെട്ടിട്ട് ഒരു മനസ്താവവും മാനസാന്തരവും ഹല്ലേലൂയ തന്റെ ജീവിതത്തിലേക്ക് വരികയും, ഹല്ലേലൂയ, യോന ഹല്ലേലൂയോടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കും. ഹല്ലേലൂയ,
തനിക്ക് നോക്കുവാൻ ചുറ്റുപാടും മത്സ്യത്തിന്റെ വയറ്റിലാണ്. ഇനിയും ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുകയില്ല. ഇത് എന്നെ ഹല്ലേലൂയ അല്പം കഴിയുമ്പോൾ ഞാൻ ദഹിച്ച് ഹല്ലേലൂയ അനേക വസ്തുക്കളെ പോലെ ഈ മത്സ്യത്തിന്റെ ഒരു ആഹാര വസ്തുവായി ഞാൻ ദഹിച്ചു പോകും എന്ന് ചിന്തിച്ച് പ്രൈസ് ദി ലോർഡ് അവിടെ ഹല്ലേലൂയ താൻ ഇരിക്കുകയല്ല. പകരം യോന ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനയെ കരയ്ക്ക് മത്സ്യം ഛർദിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് വരട്ടെ ദൈവമക്കളെ, വിശുദ്ധ മന്ദിരത്തിലേക്ക് യോന നോക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് യോനയ്ക്ക് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞ ചിന്ത, ഹല്ലേലൂയ, പ്രശ്നത്തെ നോക്കുന്നവർ നിരാശരും ദുഃഖിതരും വേദനകളിലും അവർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നിസ്സഹായരും ഒക്കെ ആയി തീരുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയവർക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹമാണ് ഇവിടെ ഞാൻ ഈ പകൽക്കാലം പറഞ്ഞ് ഹല്ലേലൂയ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, മരുഭൂമിയിൽ മോശ ഹല്ലേലൂയ സ്തോത്രം പിറുപിറുത്ത ജനത്തിന്റെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ഒരു പിച്ചള സർപ്പത്തെ ആ മരുഭൂമിയിൽ ഉയർപ്പിച്ചു നിർത്തുവാൻ. അങ്ങനെ മോശ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ഹല്ലേലൂയ പറക്കുന്ന അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്ന ജനം പിച്ചള സർപ്പത്തെ, ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ അവർ ജീവിക്കുന്നതായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവർ അഗ്നിസർപ്പത്തിലേക്ക് നോക്കുമ്പോൾ കടിയേൽക്കുന്നു, മരിക്കുന്നു. ചുറ്റുമിലേക്ക് നോക്കുമ്പോൾ മരണത്തിന്റെ വലിയൊരു കൂട്ടം ജനം മരിച്ചു മരിച്ചു വീഴുകയാ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവൻ മരണമല്ല, ജീവൻ പ്രാപിക്കുന്നു, ജീവൻ അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ ഈ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ സമയമാകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ചുറ്റും മരിച്ചു വീഴുന്നവരെ നോക്കി, ചുറ്റും തകർന്നു വീഴുന്നവരെ നോക്കി അവരുടെ ചിന്തകളെയും അവരുടെ വിചാരങ്ങളെയും ഹല്ലേലൂയ അവരിൽ ഒരാളാണ് നീ എന്ന് വിചാരിച്ചു പോകുവാനല്ല പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് ദൂത് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചുറ്റും ഒത്തിരി പേർ മരിച്ചു വീഴട്ടെ, ചുറ്റും ഒത്തിരി പേർ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ. നീ പിച്ചള സർപ്പത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. ജോനെ, നീ തെറ്റ് ചെയ്തു എന്നത് സത്യമാ. എന്നാൽ പ്രൈസ് ദി ലോർഡ് നീ ആയിരിക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിലാണ് എന്നതും സത്യമാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് നീ ഒന്ന് നോക്കുന്നു എങ്കിൽ, നിന്റെ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ ഹല്ലേലൂയ അനേക അനേക വ്യക്തികളെ, അനേക വസ്തുക്കളെ വിഴുങ്ങിയ മത്സ്യം അതിന്റെ ഉദരത്തിൽ ദഹിച്ചമർന്നപ്പോൾ യോനയെ നീ ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിലേക്ക് കിട്ടിയ ആ അപ്പത്തെ കർത്താവ് നോക്കിയത് അപ്പത്തെ അല്ല, പുരുഷാരത്തെ അല്ല, എണ്ണത്തെ അല്ല, പണത്തെ അല്ല, നിർജ്ജന പ്രദേശത്തെ അല്ല, മരുഭൂമിയല്ല. പകരം കർത്താവ് നോക്കിയത് ഹല്ലേലൂയ സ്വർഗത്തിലേക്ക്. ഇന്ന് പകൽക്കാലം വേദനയിലിരിക്കുന്ന ദൈവവൈതലേ, ദുഃഖത്തിലിരിക്കുന്ന ദൈവവൈതലേ, അടക്കിട്ട മുറിക്കകത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ഹല്ലേലൂയ ഈ പ്രശ്നം എന്നെ മൂക്കിക്കളയും, ഈ പ്രതികൂലം എന്നെ തിന്നുകളയും, ഇതിന്റെ അപ്പുറമൊന്നില്ല എന്ന് ഇന്ന് പകൽക്കാലം നീ പറയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിനകത്തു നീ തീരത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മരുഭൂമിയിലെ പിച്ച ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അഗ്നിസർപ്പത്തിന്റെ കടിയിൽ നീ ഒതുങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിന്റെ നിസ്സഹായതകൾ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ സ്വർഗത്തിലേക്കൊന്ന് നോക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീ ഉയർത്ത
നഷ്ടപ്പെട്ട പിച്ചള സർപ്പത്തിലേക്കൊന്ന് നോക്കുന്നുവെങ്കിൽ അല്ല, praise the Lord, hallelujah, hallelujah, വിശുദ്ധ മന്ദിരത്തിലേക്ക് നീ ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ praise the Lord, hallelujah, സ്തെഫാനോസിനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കി praise the Lord, hallelujah, ദിവ്യ ദർശനങ്ങളെ കണ്ട് ഈ പ്രതികൂലത്തിൽ നിന്ന് നീ അപ്പുറം കടക്കുക തന്നെ ചെയ്യും. നിന്റെ കയ്യിൽ എത്ര ഉണ്ട് എന്നുള്ളതല്ല, നീ സ്വർഗത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യമേറിയ വിഷയം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നീച്ചനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ജനത്തിനോട് പറയാൻ എൻ്റെ കയ്യിൽ തന്ന ദൂതിനായി സ്തോത്രം കർത്താവേ. അനേകർ പിച്ചള ഹല്ലേലൂയ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് കൊല്ലപ്പെടുന്നുണ്ട്. അനേകർ കർത്താവേ ഹല്ലേലൂയ, അനേകർ ഹല്ലേലൂയ മത്സ്യത്തിന്റെ ഉള്ളിൽ യോന പോയതുപോലെ ഉള്ളറയിൽ കടന്നുപോയവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കയ്യിലുള്ളത് സ്വന്തം ആവശ്യത്തിന് പോലും തികയാതെ ഹല്ലേലൂയ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു കൂട്ടം ജനമുണ്ടപ്പാ, ഞാൻ അറിയുന്നപ്പാ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എറിയപ്പെടുന്ന കല്ലുകളിൽ ഹല്ലേലൂയ ശരീരത്തിന്റെ വേദന കൊണ്ട് നുറുങ്ങുന്ന ആളുകളുണ്ടപ്പാ. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്തെഫാനോസിന്റെ ശരീരത്തിന് ഹല്ലേലൂയ കല്ലുകൾ കൊള്ളുമ്പോൾ വേദനയില്ലാത്തത് സ്വർഗത്തിലേക്ക് അവൻ നോക്കിയത് കൊണ്ടാണ്. വിഴുങ്ങപ്പെട്ട മത്സ്യത്തിന്റെ വയറ്റിൽ ഹല്ലേലൂയ അലിഞ്ഞു പോകാഞ്ഞത് അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയത. കടിക്കപ്പെട്ട അഗ്നി സർപ്പത്തിന്റെ കടിയിൽ ജനം തീരാതെ പോയത് പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയത് കൊണ്ട്. ഹല്ലേലൂയ. കയ്യിലുള്ള കേവല 5 അപ്പം 5000 പുരുഷന്മാരിലധികം ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തിന് തൃപ്തി വരുമാറ് കൊടുക്കുവാനിടയായത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്വർഗത്തിലേക്ക് നോക്കിയതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ജനത്തെയും അടിയനെയും ഏൽപ്പിക്കുന്നപ്പാ, ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. സ്വർഗത്തിലേക്ക് നോക്കി ഈ ഭൂമിയിൽ വിജയം വരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ. ഈ ഭൂമിയിലേക്ക് നോക്കി നിരാശരും ദുഃഖിതരും വേദനയുള്ളവരും ഭാരമുള്ളവരും കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ഒരിക്കലും പുറത്തിറങ്ങുകയില്ല, ഞാൻ നശിച്ചു പോകുകയുള്ളൂ, ഞാൻ ഈ മരുഭൂമിയിൽ പട്ടുപോകുകയുള്ളൂ, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എറിയപ്പെടുന്ന കല്ലിൽ വേദന കൊണ്ട് മരിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുവാനല്ലപ്പാ, അങ്ങയിലേക്ക് നോക്കി രക്ഷപ്പെടുവാൻ ജനത്തെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ ഹൃദയത്തെ തുറന്നീ വചനം അകത്തിട്ട് അവരെ പുറത്തിറക്കി അവരെ അനുഗ്രഹിച്ച് നിർത്തുവാൻ അങ്ങയുടെ കരത്തിൽ ജനത്തെ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾ കാഴ്ചവച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. അനുഗ്രഹീതമായൊരു ദിനം ദൈവം നമുക്ക് തരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.